ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന കവാടമായ പടിഞ്ഞാറേ നടയിലെ നടപ്പന്തലാണിത്. ഈ കാണുന്നത് കിഴക്കേ നടയിലുള്ള പ്രധാന ഗോപുരവും. ഇതിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രക്കുളവും അതിന്റെ പിന്നിലായി ക്ഷേത്രവുമാണ്. (2025) മാർച്ച് 16 മലയാള മാസം മീനം 2 കൊടികയറി ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയായി. മാർച്ച് മാസം 25 മീനം 11 ആറാട്ടോടുകൂടി ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയിറങ്ങും. 9ാം ഉത്സവ ദിവസമാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നാടകശാല സദ്യ. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശുദ്ധാദി കലശപൂജ. കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങാണിത്. അമ്പലപ്പുഴ ഭഗവാന്റെ ഉത്സവ നാളുകളിലെ പ്രധാന താന്ത്രിക ചടങ്ങുകളിൽ ഒന്നാണ് ഈ ശുദ്ധാദി കലശപൂജ. ക്ഷേത്രത്തിലെ 2ാം ഉത്സവ ദിനം മുതൽ 9ാം ഉത്സവ ദിനം വരെയാണ് ഈ ശുദ്ധാദി പൂജ നടക്കുന്നത്. ഇനി ഈ ശുദ്ധാദി പൂജ എന്താണ് നമുക്കറിയണ്ടേ? ശുദ്ധജലം, പാൽ, തൈര്, നെയ്യ്, അഷ്ടഗന്ധജലം, ഇളനീർ എന്നിവ പ്രത്യേക കലശങ്ങളാക്കി പൂജിച്ച് ദേവന് അഭിഷേകം നടത്തുന്ന ചടങ്ങാണിത്. ഒന്നാം ഉത്സവ ദിനത്തിൽ വൈകുന്നേരമാണ് നമ്മളിവിടെ വന്നത്. സന്ധ്യാസമയത്തെ ദീപാരാധന ദർശനത്തിനായി ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം. ദീപാരാധനയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ എല്ലാ വിളക്കുകളും പ്രകാശിക്കുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഒന്നാം ഉത്സവം മുതൽ 10ാം ഉത്സവം വരെ ഇവിടെ കുട്ടികളുടെ ഡാൻസുകളും അരങ്ങേറ്റങ്ങളും ഒക്കെ നടക്കുന്നതാണ്. അതുകൂടാതെ മറ്റ് കലാപരിപാടികളും ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. എല്ലാ ദിവസവും അന്നദാനം പ്രധാനമാണ്. എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുക. നമസ്കാരം.